ഒരു അര ഗ്ലാസ് പാല് തിളപ്പിച്ച് ആറിച്ച് വെച്ചിട്ടുണ്ട്. ഇതാ നമ്മുടെ താരം. കൊയ്യാപ്പഴം പറയും, അടയ്ക്കാപ്പഴം പറയും. നമുക്ക് ഇതിലാണ് നമുക്കൊരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുകയാണ്. കുട്ടികളൊക്കെ പിടിച്ച ഐറ്റാവും. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം, തുടങ്ങാം. ആദ്യം ഈ പാലിലേക്ക് അര സ്പൂൺ പഞ്ചസാര. നിങ്ങൾക്ക് പഞ്ചസാര കൂട്ടണമെന്ന് വെച്ചാൽ കൂട്ടാം. ഞാൻ അര സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. എനിക്ക് മധുരം കമ്മിയായിട്ട് മതി, അപ്പോൾ അതുകൊണ്ടാണ് ഇടുന്നത്. വേണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കാം. അതിൻ്റെ കൂടെ തന്നെ കോൺഫ്ലവർ പൊടിയാണ്, നമ്മുടെ ചോളപ്പൊടി കൊടുക്കുന്നുണ്ട്. നല്ല കലക്കി കൊടുക്കാം. ഇത് കാച്ചി വെക്കണം. ഇത് കാച്ചി വെച്ച പാലിനെയാണ് ഒന്നുകൂടി കാച്ചിരിക്കണം. കാച്ചി ആറണം ഇത് കേട്ടോ. ഇരിക്കട്ടെ. ഇത് വന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഇവിടെ അരിഞ്ഞു കൊടുക്കണം. കാണിക്കാം. നമുക്കൊന്ന് അരിഞ്ഞു കൊടുക്കാം. വേണ്ടത് അരി കൊടുത്താൽ മതി. കുട്ടികൾക്കൊന്നും ഇത് ഇഷ്ടമുണ്ടാവില്ല അധികം കഴിക്കാൻ. അപ്പോൾ നമുക്ക് അതെങ്ങനെ കഴിപ്പിക്കണം നമുക്ക് നോക്കാം. കണ്ടോ, അരിഞ്ഞു. ഇനി ഇത് നമ്മുടെ ഇതിൻ്റെ ഉള്ളിലത്തേക്ക് എടുക്കണം. ഇത് കുറച്ച് നേരെ ഇരിക്കുന്ന കുഴപ്പമില്ല. ഇത് കുറച്ച് കണ്ടോ, ഇങ്ങനെ എടുക്കണം. മെല്ലെ ഡാമേജ് ഒന്നും വരാത്ത രീതിയിലാവണം നമ്മുടെ അതിൻ്റെ ഉള്ളിലത്തെ കുരുവും ഇതൊക്കെ എടുക്കൽ കേട്ടോ. ഇപ്പോൾ ഒരു ഇതായില്ലേ. ഇനി ഇതിൽ നമുക്ക് ഇതിൽ നിറയ്ക്കാനാണ്. ഇത് ഞാൻ എങ്ങനെ നിറയ്ക്കുന്നത് നോക്കി നോക്കാം. നിറച്ച് ഫ്രിഡ്ജിൽ വെച്ച് മുറിച്ചെടുത്താൽ നമ്മുടെ സൂപ്പറായ അടയ്ക്കാപ്പഴം ഐസ്ക്രീം റെഡിയാവും. കുട്ടികളൊക്കെ നല്ല കഴിക്കാൻ കൊടുക്കാൻ പറ്റിയൊരു സംഭവമാണ്. മധുരമൊക്കെ നമുക്ക് കൂട്ടാം, കുറയ്ക്കുക, അങ്ങനെ എങ്ങനെ വേണമെങ്കിൽ ചെയ്യുക. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ ഒഴിക്കുക കുറച്ച്. അപ്പോൾ നമുക്ക് ഇരിക്കട്ടെ. ഇത് കുറച്ച് പാലൊഴിച്ച് ഞാൻ അരച്ച് നമ്മുടെ കോൺഫ്ലവർ ഇതാ കണ്ടോ കുറുക്കിയെടുത്തു. അല്ലേ, ഇതാ അരച്ച് കൊടുന്നു. നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അരിപ്പയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. കണ്ടോ, നല്ല ക്രീമി ആയിട്ട് അരച്ച് കൊടുന്നു. കുരുവൊക്കെ ഉണ്ടാവും. കുരു നമുക്ക് എടുക്കണം. അതിനെ അരിക്കണത് നമ്മുടെ പാലും ചോളപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇതിപ്പോൾ ഒരു കൊയ്യാപ്പഴൻ്റെ അടുത്തുള്ളൂ. ഉള്ളത് കൊണ്ടാണ് ചെയ്യേണ്ടത്. 2 എണ്ണം 3 എണ്ണം 4 എണ്ണം ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം കുട്ടികൾക്ക്. കണ്ടോ, ഉള്ളിൽ സെറ്റാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട് കാണിച്ചു തരാം എന്താ സംഭവം എന്നുള്ളത്. കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എല്ലാവരും. അപ്പോഴാണ് അവർക്ക് ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് അറിയുള്ളൂ. നല്ലതുമാണ്. കണ്ടുവോ നമ്മുടെ താര ഇരിക്കുന്നത്. ഇങ്ങനൊരു പാത്രത്തിലാക്കിയിട്ട് വെക്കണം. എന്നാൽ മറയാണ്ടിരിക്കാനാണ്. മനസ്സിലായില്ലേ. 4 മണിക്കൂറോളം ഫ്രീസറിൽ വെച്ചാണ്. നല്ല കട്ടിയായിട്ട് ഒഴിച്ചാൽ നമുക്ക് വേഗം സെറ്റാവും. കുറച്ച് ലൂസായത് കൊണ്ട് കുറച്ച് മെല്ലായത്. അപ്പോൾ കുട്ടികളൊക്കെ മുതിർന്നവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഇടയ്ക്കൊക്കെ എപ്പോഴെങ്കിലും കുറച്ച് നേരം ആറിയ ശേഷം കഴിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.